മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനം തടസ്സപ്പെടുത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കോൺഗ്രസ് കൗൺസിലർമാരുടെ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി. രാഷ്ട്രീയ കാരണങ്ങളാൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് വികസനം മുടക്കാനുള്ള ശ്രമത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണം. എക്കാലവും ഗ്രൗണ്ട് ചളിക്കുളമായി കിടക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നവരെ ജനം ഒറ്റപ്പെടുത്തും. ആയതിനാൽ നവീകരണ പ്രവൃത്തി തടയുമെന്ന വെല്ലുവിളിയും സമരവും അവസാനിപ്പിച്ച് കോൺഗ്രസ് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനം സംരക്ഷണം നൽകിക്കൊണ്ട് നടപ്പിലാക്കുമെന്നും വടക്കാഞ്ചേരിയിലെ കായിക പ്രേമികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രൗണ്ടിന്റെ ഇപ്പൊ നടക്കുന്ന 1 കോടി രൂപ ഇവിടെ വികസന പ്രവർത്തനം നടക്കുന്നത്. ഇപ്പൊ ഇന്നലെയാണ് UDFന്റെ ചില കൗൺസിലർമാർ അവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തടയാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഇങ്ങനെ വികസനം മുടക്കുന്ന UDFന്റെയും കോൺഗ്രസിന്റെയും നയം തിരുത്തണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, വടക്കാഞ്ചേരിയിൽ മരണപ്പെട്ടുപോയ ശ്രീമാൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്നു 5 വർഷക്കാലം. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ അനിലേക്കര എന്ന് പറയുന്ന MLA വടക്കാഞ്ചേരിക്ക് 5 വർഷം ഉണ്ടായിരുന്നു. ഈ വടക്കാഞ്ചേരിയിലെ പൊതുവികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ആളുകളാണ് വടക്കാഞ്ചേരിയിലെ UDFന്റെ MLAമാർ. നമുക്കറിയാം, കുമ്പളങ്ങാട് ഞാൻ ആ കാലത്ത് പഞ്ചായത്ത് മെമ്പറാണ്. കുമ്പളങ്ങാട് 1 കോടി രൂപയ്ക്ക് അവിടെ ശീതീകരണ ഗോഡൗണ് പണിയും എന്ന് പറഞ്ഞ് കല്ലിട്ട് പോയ ആളുകളാണ് അന്നത്തെ UDFന്റെ മന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ പഞ്ചായത്തിന്റെ ഭരണാധികാരികളും. നമുക്കറിയാം, ഇന്ന് വടക്കാഞ്ചേരിയിൽ നോക്കിക്കാണുന്ന ഏത് വികസന പദ്ധതികളും കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLAമാരുണ്ടായിരുന്നപ്പോഴാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷററും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ AD അജി, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, ഓട്ടുപാറ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജത്ത്, വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ ES സുബീഷ്, KB മാളവിക, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം MR അനന്തു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് M മോഹൻ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.